വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഓണപരീക്ഷയ്ക്ക് വേണ്ടുന്ന ആദ്യത്തെ 4 ചാപ്റ്ററിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും ഇതിനകത്തിലുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ഒക്കെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും ഇതിനകത്തിലുണ്ട് കേട്ടോ. സോഷ്യൽ സയൻസ് ആണ് ഓണോ എക്സാമിന് ആദ്യത്തെ 4 ചാപ്റ്ററിലാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പം ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോവും, നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. കാരണം നമുക്ക് 4 ചാപ്റ്ററൂടെ ഉള്ളത് കൊണ്ട് ഞാൻ സ്പീഡിൽ പറയും, നിങ്ങൾ വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഒറ്റയടിക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചേ ആണെങ്കിലും എഴുതിയെടുത്തോണേ കുഞ്ഞുങ്ങൾ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. നോക്കിക്കേ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് മെസോപ്പൊട്ടോമിയ? മെസോപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നാണ്, നദികൾക്കിടയിലെ പ്രദേശം. വാട്ട് വാസ് ദ മെയിൻ സിറ്റി ഇൻ ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ? ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന നഗരം ഏതായിരുന്നു? കെയ്റോ. പേരൊക്കെ നല്ലപോലെ പഠിച്ചോണേ. കെയ്റോ, CAIRO എന്നാണ് കേട്ടോ. ബൈ വാട്ട് നെയിം വെയർ ദ കിങ് ഓഫ് ഈജിപ്റ്റ് നോണസ്? ഈജിപ്തിലെ രാജാക്കന്മാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈജിപ്തിലെ രാജാക്കന്മാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫറവോ. സ്പെല്ലിംഗ് പഠിച്ചോണേ. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം എന്തായിരുന്നു? ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം എന്തായിരുന്നു? വാട്ട് വാസ് ദ മെയിൻ ലിവ്ലിഹുഡ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ? കൃഷിയായിരുന്നു അവരുടെ ഉപജീവന മാർഗം കേട്ടോ. കൃഷി, അഗ്രികൾച്ചർ. മെസോപ്പൊട്ടോമിയയിൽ ഉപയോഗിച്ച എഴുത്ത് സംവിധാനം ഏതായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെസോപ്പൊട്ടോമിയയിൽ ഉപയോഗിച്ചിരുന്ന എഴുത്ത് സംവിധാനം ഏതായിരുന്നു? ക്യൂണിഫോം. വാട്ട് റൈറ്റിംഗ് സിസ്റ്റം വാസ് യൂസ്ഡ് ഇൻ മെസോപ്പൊട്ടോമിയ? ക്യൂണിഫോം. ഏത് പുരാതന സംസ്കാരത്തിലെ എഴുത്ത് ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിൽ അറിയപ്പെട്ടത്? വിച്ച് ഏൻഷ്യൻറ്റ് സിവിലൈസേഷൻ സ്ക്രിപ്റ്റ് ഈസ് നോൺ ആസ്? ഏതായിരുന്നു പേര്? നല്ലപോലെ നോക്കണേ. ഹൈറോഗ്ലിഫിക്സ്. സ്പെല്ലിംഗ് ഉണ്ടോ? ഹൈറോഗ്ലിഫിക്സ്, അതായത് ഈജിപ്ഷ്യൻ കേട്ടോ. ഹാരപ്പൻ സംസ്കാര കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നഗരം? വാട്ട് വാസ് ദ ലാർജസ്റ്റ് സിറ്റി ഡ്യൂറിംഗ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ പീരീഡ്? What was the largest city during the Harappan civilization period? മോഹൻജദാരോ. CE, BCE എന്നിവയുടെ പൂർണ്ണ രൂപങ്ങൾ എന്താണ്? CE എന്ന് വെച്ചാൽ കോമൺ എറ എന്ന് വെച്ചാൽ പൊതുവർഷമെന്നും, BCE എന്ന് വെച്ചാൽ ബിഫോർ കോമൺ എറ എന്ന് വെച്ചാൽ പൊതുവർഷത്തിന് മുമ്പുള്ളതും ആണ്. വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതി പഠിച്ചോണ്ട് കേട്ടോ. ഓക്കെ. ഹോമിനോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാലിൽ നടത്തുന്നതാണ് ഹോമിനോയിഡ്സ്. നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെയൊക്കെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. 365 ദിവസമുള്ള കലണ്ടർ അവതരിപ്പിച്ചത് ഏത് സംസ്കാരമാണ്? വിച്ച് സിവിലൈസേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കലണ്ടർ വിത്ത് 365 ഡേയ്സ്? ഈജിപ്ഷ്യൻ കലണ്ടറാണ് കേട്ടോ. അടുത്ത, ദ ചൈനീസ് സിവിലൈസേഷൻ ഓർഗനൈസ്ഡ് ഓൺ ദ ബാങ്ക് ഓഫ് ദീസ് റിവർ? ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഏത് നദീതീരത്തായിരുന്നു? ചൈന അല്ലെ, ചൈനയുടെ ആയപ്പോൾ ഹൊയാങ്ഹോ കേട്ടോ. ദ ഗ്രേറ്റ് ബാത്ത് ഈസ് പാർട്ട് ഓഫ് വിച്ച് സിവിലൈസേഷൻ? വലിയ കുളം ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്? ഹാരപ്പൻ. വലിയ കുളം, ഗ്രേറ്റ് ബാത്ത് എന്ന് കേൾക്കുമ്പോഴേ ഹാരപ്പൻ. ആപ്പിൻ്റെ ആകൃതിയിലുള്ള വെഡ്ജ്, ആപ്പിൻ്റെ ആകൃതിയിലുള്ള ഇവിടെ വെഡ്ജ് ഷേപ്പ് എന്ന പദം ഏത് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദ ടേം വെഡ്ജ് ഷേപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സിവിലൈസേഷൻ? മെസോപ്പൊട്ടോമിയൻ ആണ് കേട്ടോ, മെസോപ്പൊട്ടോമിയൻ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന നദി സവിശേഷതയായിരുന്നു? സിന്ധു നദീതട നഗരങ്ങളുടെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു ഏതാ? നന്നായി ക്രമീകരിച്ച അഴുക്കുചാല്. ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ് വാലി സിറ്റീസ് വാസ് വെൽ ഓർഗനൈസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം. പ്രാചീന ഗ്രീക്ക് നഗരങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വാട്ട് വാസ് ദ പ്രൈമറി പൊളിറ്റിക്കൽ യൂണിറ്റ് ഓഫ് ഏൻഷ്യന്റ് ഗ്രീസ്? ഏതാണ്? പോളിസ്. ഇതെല്ലാം 1 മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. പേരൊക്കെ കണ്ടോ? പ്രാചീന ഇന്ത്യയിലെ 2 പ്രധാന ദർശനങ്ങൾ? വാട്ട് വെയർ ദ 2 മെയിൻ ഫിലോസഫീസ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ? ഒന്ന് ജൈനിസം, 2 അതായത് ജൈനമതവും ബുദ്ധമതവും, ജൈനിസവും ബുദ്ധിസവും. സോക്രട്ടീസിന്റെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു? ഹു വാസ് ദ മെയിൻ ഡിസിപ്പിൾ ഓഫ് സോക്രട്ടീസ്? പ്ലേറ്റോ. ആരായിരുന്നു മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്? ഹു ഫൗണ്ടഡ് ദ മൗര്യൻ എംപയർ? ചന്ദ്രഗുപ്ത
ആണ് കേട്ടോ, ചന്ദ്രഗുപ്തൻ. ആരാണ് ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത്? ഹൂ ഫൗണ്ടഡ്, ആ ചോദ്യം നോക്കി, ഹൂ ഫൗണ്ടഡ് ദ ലൈസിയം എ സെൻറ്റർ ഓഫ് ലേണിംഗ്? ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ആ പേര് കണ്ടോ, അരിസ്റ്റോട്ടില്. ഹൂ ഫൗണ്ടഡ് ദ അക്കാഡമി എ സെൻറ്റർ ഓഫ് ലേണിംഗ്? അക്കാഡമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? പ്ലേറ്റോ. ഹൂ വാസ് വർഷിപ്ഡ് ആസ് ദ വൺ ഗോഡ് ഇൻ ദ ആവസ്റ്റൻ ഫിലോസഫി? സെൻ അവസ്ഥ. ദർശനത്തിൽ ഏകദൈവ്യമായി ആരാധിക്കപ്പെട്ടിരുന്നത് ആരെയാണ്? ഔറ മുസ്ദ. അഹൂറ എന്നാട്ടോ, അഹൂറ മസ്ദ. BC 6-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രബലമായിരുന്ന ജനപദം ഏതായിരുന്നു? മഗധ. Among the Mahajanapadas existing in the 6th century BCE, which was the most dominant? മഗധയാണ് കേട്ടോ. പ്ലേറ്റോയുടെ പ്രധാന കൃതി റിപ്പബ്ലിക്. പൊളിറ്റിക്സ് എന്ന കൃതിയുടെ രചയിതാവ് അരിസ്റ്റോട്ടിൽ. ഹു ഈസ് ദ ഓതർ ഓഫ് ദ വർക്ക് പൊളിറ്റിക്സ്? അരിസ്റ്റോട്ടിൽ. സരതുഷ്ട ദർശനത്തിന്റെ സ്ഥാപകൻ? ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് എന്താണ്? സൊറോസ്റ്റിയറിസം എന്നാട്ടോ അതിൻ്റെ മലയാളം എന്ന് വെച്ചാൽ സരതുഷ്ട എഴുതുന്നതൊക്കെ നോക്കി. അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രധാനം നൽകിയ ചിന്തകൻ സോക്രട്ടീസ് ആണ്. ഇച്ച് ഫിലോസഫർ എംഫസൈസ്ഡ് ദ പ്രിൻസിപ്പിൾസ് നോളജ് ഈസ് വെർച്യൂ? സോക്രട്ടീസ്. ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്നത് ഏത് ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം ഉത്ഭവിച്ചത്? ഫ്യൂഡ് എന്ന വാക്കിൽ നിന്നാണ്. ദ ടേം ഫ്യൂഡലിസം ഒറിജിനേറ്റഡ് ഫ്രം വിച്ച് ജർമ്മൻ വേർഡ് മീനിങ് എ പീസ് ഓഫ് ലാൻഡ്? ഫ്യൂഡ്. പരമ്പരാഗതമായി രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പരമ്പരാഗതമായി രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഹു ഈസ് ദ ട്രഡീഷണലി നോൺ ആസ് ദ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്? അരിസ്റ്റോട്ടിലാണ്. രാഷ്ട്രം എന്ന ഇംഗ്ലീഷ് വാക്ക് ഏത് ജർമ്മൻ വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്? സ്റ്റാറ്റസ്. രാഷ്ട്രം എന്ന ഇംഗ്ലീഷ് വാക്ക് ഏത് ജർമ്മൻ വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്? സ്റ്റാറ്റസ്. ഫ്രം വിച്ച് ജർമ്മൻ വേർഡ് ഡിഡ് ദ ഇംഗ്ലീഷ് വേർഡ് സ്റ്റേറ്റ് ഒറിജിനേറ്റ്? സ്റ്റാറ്റസ്. ഹു യൂസ്ഡ് ദ വേർഡ് പൊളിറ്റിക്സ് ഇൻ കണക്ഷൻസ് വിത്ത് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ്? രാഷ്ട്രത്തിന്റെ ശാസ്ത്രീയ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റിക്സ് എന്ന വാക്ക് ഉപയോഗിച്ചത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ. ദ 0 ഡിഗ്രി ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് ആൾസോ നോൺ ആസ് പ്രൈം മെറീഡിയൻ. 0 ഡിഗ്രി രേഖാംശ രേഖയെ ഡാഷ് എന്ന് പറയുന്നു? പ്രൈം മെറീഡിയൻ. ജിയോയിഡ്. ധ്രുവങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗത്ത് വീർത്തതുമായ ഭൂമിയുടെ തനതായ ആകൃതിയാണ് ജിയോയിഡ് എന്ന് വിളിക്കുന്നത്. ജിയോയിഡ്. ദ എർത്ത് യുണീക്ക് ഷേപ്പ്, സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജ്ഡ് ഇൻ ദ മിഡിൽ ഈസ് കാൾഡ് ജിയോയിഡ്. ഒരു ഭൂപടത്തിലെ അക്ഷാംശ രേഖാംശങ്ങളുടെ ശൃംഖലയെ ഡാഷ് എന്ന് പറയുന്നു? ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ജാലിക. ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഓൺ എ മാപ്പ് ഈസ് കാൾഡ് ഗ്രാറ്റിറ്റ്യൂഡ്. 0 ഡിഗ്രി അക്ഷാംശ വൃത്തം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വാട്ട് ഈസ് ദ 0 ഡിഗ്രി സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ആർ കാൾഡ്? ഇക്വേറ്റർ. പരീക്ഷയ്ക്ക് അത് ചോദിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ 0 ഡിഗ്രി സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ആർ കാൾഡ്? ഇക്വേറ്റർ. 90 ഡിഗ്രി ദക്ഷിണ അക്ഷാംശ രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 90 ഡിഗ്രി ദക്ഷിണ അക്ഷാംശ രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദ 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് സൗത്ത് പോൾ, ദക്ഷിണ ധ്രുവം. ഹൗ മെനി ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ക്യാൻ ബി ഡ്രോൺ ഇഫ് ഇമാജിനേറ്റഡ് അറ്റ് എ 1 ഡിഗ്രി ഇൻ്റർവെല്? 1 ഡിഗ്രി ഇടവേളയിൽ രേഖാംശ രേഖകൾ വരച്ചാൽ എത്ര രേഖാംശ രേഖകൾ നമുക്ക് വരയ്ക്കാൻ കഴിയും? ഒരു സർക്കിൾ എന്ന് വെച്ചാൽ എത്ര നിങ്ങളെ? 360 അല്ലേ? അപ്പോൾ അത് 1, 2, 3 എന്നുള്ള കൊടുത്തിട്ടില്ലേ? അപ്പോൾ 1 ഡിഗ്രി ഇടവേളയാണെങ്കിൽ അപ്പം നമുക്ക് എത്ര? മൊത്തം 360 ആകുമ്പോൾ 360 അല്ലേ? പ്രദേശങ്ങളെ കൃത്യമായി രേഖപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ പ്രക്ഷേപം? പ്രദേശങ്ങളെ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ പ്രക്ഷേപം ശീർഷതല പ്രക്ഷേപം. വിച്ച് പ്രൊജക്ഷൻസ് ഈസ് ബെസ്റ്റ് ഫോർ മാപ്പിംഗ് റീജിയൻസ്? സെനിത്തൽ കേട്ടോ, സെനിത്തൽ. ഇസഡ് ആണ് കേട്ടോ, സെനിത്തൽ. ആ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോക്കണേ.
മെസോപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് മെസോപ്പൊട്ടോമിയ? നദികൾക്കിടയിലെ പ്രദേശം, ദ ഏരിയ ബിറ്റ്വീൻ ദ റിവർ. ദ ഏരിയ ബിറ്റ്വീൻ ദ റിവർ. ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്ത നഗരരാഷ്ട്രം ഏതാണ്? ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്ത നഗരരാഷ്ട്രം. വിച്ച് സിറ്റി സ്റ്റേറ്റ് ഗേവ് റൈസ് ടു ദ ഫസ്റ്റ് ഫോം ഓഫ് ഡെമോക്രസി? ഏതൻസ് ആണ്. ഈജിപ്ഷ്യൻ സംസ്കാരം, ഹൈറോഗ്ലിഫിക്സ് പഠിച്ചോണേ, ഹാരപ്പൻ കൾച്ചർ, വലിയ കുളം. ഇതൊക്കെ വൺ വേർഡിനും മാച്ച് ദ ഫോളോയിങ്, ഫില്ലപ്പ്. ഇതൊക്കെ ഹാരപ്പൻ എന്ന് കേൾക്കുമ്പോൾ വലിയ കുളം വരുന്നത് ഹാരപ്പനാണ് കേട്ടോ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ലിപി ഹൈറോഗ്ലിഫിക്സ് ആണ്. പിന്നെ ചൈനീസ് കൾച്ചർ എന്ന് കേൾക്കുമ്പോൾ ചൈനയല്ലേ, ചൈനയാകുമ്പോൾ ഹൊയാങ് ഹോ. സ്പെല്ലിങ് നോക്കണേ. അടുത്ത മെസോപ്പൊട്ടേമിയൻ കൾച്ചർ ക്യൂണിഫോം ലിപി. മറ്റേത് ഹൈറോഗ്ലിഫിക്സ്, ക്യൂണിഫോം ഒക്കെ എവിടുത്തെയാണെന്ന് നോക്കണേ. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളാണ് ഏതൻസ്, സ്പാർട്ട. ഗ്രീസിലെ ഏതൻസ്, സ്പാർട്ട. പടിഞ്ഞാറേ അർദ്ധഗോളം, വെസ്റ്റേൺ ഹെമിസ്ഫിയർ, ബ്രസീല്, അമേരിക്കൻ ഐക്യനാടുകൾ. പടിഞ്ഞാറേ അർദ്ധഗോളമെങ്കിൽ കിഴക്കേ അർദ്ധഗോളം, ഇന്ത്യ, ഇന്തോനേഷ്യ. മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻസ് ഏതൊക്കെയാണ്? ആദി പ്രൈമേറ്റ്സ്, പിന്നെ ഹോമിനോയിഡ്സ്, പിന്നെ ഹോമിനിഡ്സുകൾ, പിന്നെ പേര് നോക്കണേ, ആസ്ട്രോളോപിത്തിക്കൻസ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാം മലയാളവും കൊടുത്തിട്ടുണ്ട്. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായത് ഘടകങ്ങൾ ഏതെല്ലാം? മഗധയുടെ വളർച്ചയ്ക്ക് കേട്ടോ. ഒന്ന്, ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും ഉണ്ടായിരുന്നു. കാർഷിക മേഖലയിലും വാണിജ്യരംഗത്തുമുണ്ടായ പുരോഗതി. ഈ 2 പോയിന്റേ ഉള്ളൂ. അതിൻ്റെ ഇംഗ്ലീഷ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പിംഗ് ഇൻ ഗ്രോത്ത് ഓഫ് മഗധ? എൻ്റെ തൊട്ട് താഴെ കിടപ്പുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ്. എന്ന് വെച്ചാൽ പവർഫുൾ റൂൾസ് ആൻഡ് സ്ട്രോങ് മിലിറ്ററി, പ്രോഗ്രസ് ഫ്രം ഇൻ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. ഇനി ഇക്വേറ്റർ 0 ഡിഗ്രി ഭൂമധ്യരേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്ത്, ആർട്ടിക് സർക്കിൾ 66 ഡിഗ്രി നോർത്ത്, അന്റാർട്ടിക് സർക്കിൾ 66 ഡിഗ്രി സൗത്ത് കേട്ടോ. പോളിസ് എന്താ? പോളിസ് നഗരരാഷ്ട്രങ്ങളെ ഗ്രീക്കുകാർ ഉപയോഗിച്ച പദങ്ങളാണ് പോളിസ് കേട്ടോ. ദ ടേം യൂസ്ഡ് ബൈ ഗ്രീക്ക് ഫോർ സിറ്റി സ്റ്റേറ്റ്. ഇനി സിവിറ്റാസ് കേട്ടോ, ഇതൊക്കെ ഒരു മാർക്കിൽ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടത്. സിവിറ്റാസ് നഗരരാഷ്ട്രങ്ങളെ റോമക്കാർ ഉപയോഗിച്ച പദമാണ് സിവിറ്റാസ്. ടേം യൂസ്ഡ് ബൈ റോമൻസ് ഫോർ സിറ്റി സ്റ്റേറ്റ് കേട്ടോ. ഗ്രീക്കുകാർ ഉപയോഗിച്ചതാണ് പോളിസ്, റോമക്കാർ ഉപയോഗിച്ചതാണ് സിവിറ്റാസ്. ഇനി സ്റ്റാറ്റസ്, രാഷ്ട്രം എന്ന വാക്ക് ഉത്ഭവിച്ച ജർമ്മൻ വേർഡ് ഫ്രം വിച്ച് സ്റ്റേറ്റ് ഒറിജിനേറ്റഡ്. സ്റ്റേറ്റ് കേട്ടോ, ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. ഓക്കെ, ഇത് ഇത്രയും വൺ വേർഡായിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. നമ്മളത് കഴിഞ്ഞ വർഷം ഇട്ടതാണ്. ഇനി ഓരോ ചാപ്റ്റർ വെച്ച് പറയുകയാണെങ്കിൽ നോക്കണമെങ്കിൽ ഞാൻ എളുപ്പം വായിച്ചു പോവാം. ഒന്നാമത്തെ, ഫോർ ദ സാക്ക് ഓഫ് ഹിസ്റ്റോറിക്കൽ അനലൈസിസ് the timeline is divided into 2 periods. The period before the birth of Jesus Christ is known as before Christ, and the period after his birth is called Anno Domini. AD എന്താണ്, BC എന്താണ്, BCE എന്താണെന്നൊക്കെയാണ്. ബിഫോർ കോമൺ എറയുടെ BCE എന്ന് പറയുന്നത്, C എന്നാൽ കോമൺ എറ. അതായത് നമ്മുടെ കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 ഘട്ടങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നുണ്ട്. പൊതുവർഷത്തിന് മുമ്പും അതാണ് BCE, പൊതുവർഷമാണ് കോമൺ എറ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ BC എന്നും AD എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി ഈ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC എന്നും ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം AD എന്നും അറിയപ്പെട്ടു. ഇന്ന് BC എന്നും CE എന്നുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി എ സെഞ്ചുറി മീൻസ് 100 ഇയേഴ്സ്. ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ്. എ മില്യൺ ഇയേഴ്സ് മീൻസ് 10 lakh ഇയേഴ്സ്. ഒരു ദശലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷമാണ്. അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാം. ഫോസിലുകൾ എന്നാൽ എന്ത്? ഫോസിൽസ് പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ.
Fossils are the remains of ancient plants, animals, and humans. These are generally embedded in rocks and have been preserved for millions of years. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നും പറയാം കേട്ടോ. ഫോസിൽ എന്നാൽ എന്താണ്? കറക്റ്റ് ഫോസിൽ എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. ഇത് പാറകളിലൊക്കെ വന്ന് അടിഞ്ഞിരുന്ന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഫോസിലുകളെ കുറിച്ചുള്ള പഠനത്തിനെ നമ്മൾ പാലിയന്റോളജി എന്നാണ് പറയുന്നത്. സ്റ്റഡി ഓഫ് ഫോസിൽ എന്താണ്? പാലിയന്റോളജി. ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? കാർബൺ ഡേറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതാണ്. കാർബൺ ഡേറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാവുന്നതാണ്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചത് ആരാണ്? ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ പുട്ട് ഫോർവേഡ് എ സയന്റിഫിക് പെർസിപ്പിറ്റേറ്റ് ഓൺ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ. അടുത്ത മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചത് ഏത് പുസ്തകത്തിലൂടെയാണ്? 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന പുസ്തകത്തിലൂടെയാണ്. He presented his theory on human evolutions in his book on the origin of species published in 1859. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെ ആണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിന് പരിണാമം അല്ലെങ്കിൽ ഇവല്യൂഷൻ എന്ന് പേര് നൽകി. ചാൾസ് ഡാർവിൻ്റെ ഒക്കെ സ്പെല്ലിംഗ് പഠിച്ചോളാം കേട്ടോ. അടുത്തത് പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാം? എവല്യൂഷൻ. ഒന്നാമത്തത് പ്രൈമേറ്റ്സ് എന്ന് വെച്ചാൽ സസ്തനികളിൽ ഒരു വിഭാഗമാണ്. 2 ഹോമിനോയിഡ്സ് എന്ന് വെച്ചാൽ വാക്കിംഗ് ഓൺ ഓൾ ഫോർസ് 4 കാലിൽ നടക്കുന്നത്. ഹോമിനിഡ്സ് എന്ന് വെച്ചാൽ വോക്ക് ഓൺ 2 ലെഗ്സ് 2 കാലുകളിൽ നടത്തം എന്നുള്ളതാണ്. ഇനി ഈ ഹോമിനോയിഡ്സ് നോക്കിയത് ഈ പേര് നല്ലപോലെ പഠിക്കണം കേട്ടോ. ആസ്ട്രലോപിറ്റേക്കസ് എന്നും ഹോമോ എന്നും 2 കാല് 2 കാലിലുള്ളതിന് 2ആയിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഹോമോയിലാണ് ഈ പറയുന്നത് നമ്മൾ ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ് എന്നിങ്ങനെ 3 നമ്മുടെ ടെസ്റ്റിലുണ്ട് ഇത്. എന്ന് വെച്ചാൽ ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുമല്ലോ, ടൂൾ മേക്കേഴ്സ്, അതൊക്കെ ഹോമോ ഹാബിലസിലും, നിവർന്നു നിൽക്കുന്ന മനുഷ്യരൊപ്പം ഹോമോ ഇറക്റ്റിലും, ബുദ്ധിയുള്ള മനുഷ്യരൊപ്പം ഹോമോ സാപ്പിയൻസിലുമാണ് വരുന്നത്. ഇത് നമ്മുടെ ടെസ്റ്റിലുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡിഫറെൻ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ, മനുഷ്യ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാം? ഏർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഫോറസ്റ്റ്. ആദിമ മനുഷ്യർ വനങ്ങളിലും ഗുഹകളിലുമൊക്കെയാണ് വസിച്ചിരുന്നത്. ആദിമ മനുഷ്യര് വനങ്ങളിലും ഗുഹകളിലുമൊക്കെയാണ് വസിച്ചിരുന്നത്. ദേ ഗ്യാതേർഡ് ഫുഡ് ആൻഡ് ഹണ്ടഡ് ആനിമൽസ്. മൃഗങ്ങളെ വേട്ടയാടിയും കൈകനികൾ ശേഖരിച്ചും മാംസം ഭക്ഷണമാക്കിയും ഒക്കെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. They used stones found in their surroundings as weapons. ചുറ്റുപാടിൽ നിന്ന് ലഭിച്ച പരിക്കൻ കല്ലുകൾ അവർ ആയുധമാക്കിയിരുന്നു. ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരിക്കൻ കല്ലുകൾ അവർ ആയുധമാക്കിയിരുന്നു. This period is called the Stone Age because they used stone as weapons. ശിലകൾ ആയുധമാക്കി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിച്ചിരുന്നു. അതായത് സ്റ്റോൺ ഏജ്. ശിലായുഗത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ശിലായുഗത്തെ സ്റ്റോൺ ഏജിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഏതായിരുന്നു? പാലിയോലിത്തിക് ഏജ്. എന്താണ് ഈ പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം എന്നാൽ? ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ സ്റ്റോൺ ഏജ്. ശിലായുഗത്തിലെ ആദ്യ ഘട്ടമാണ്. യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്. പരിക്കൻ കല്ലുകളായിരുന്നു അവർ ഉപകരണങ്ങളാക്കിയത്. ലിവ്ലിഹുഡ് വാസ് ഗ്യാതറിംഗ് ആൻഡ് ഹണ്ടിങ്. ശേഖരണവും വേട്ടയാടലും അവർ ഉപജീവനമാക്കി എന്നതാണ്.
കേട്ടല്ലോ. ഇനി അടുത്തത് മെസോലിത്തിക് ഏജ് എന്താണ്? മധ്യശിലായുഗം എന്നാൽ എന്ത്? യൂസ്ഡ് മൈക്രോലിത്തിക് ടൂൾസ്, സ്മാൾ സ്റ്റോൺ ടൂൾസ്, അതായത് സൂക്ഷ്മശിലാ ഉപകരണങ്ങളൊക്കെ അവർ ഉപയോഗിച്ചു തുടങ്ങി. മെയ്ഡ് എഡിബിൾ ഗ്രാസ് ആൻഡ് ഫിഷ് ഡെയർ ഫുഡ്, ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യങ്ങളും ഒക്കെ അവർ ഭക്ഷണമാക്കി തുടങ്ങി. മെയ്ഡ് ഒബ്ജക്റ്റ് ഫ്രം ബോൺസ്, വുഡ് ആൻഡ് ലീഫ്, മൃഗത്തിന്റെ തോലും മരത്തോലും ഇലകളും ഒക്കെ അവരെന്ത് ചെയ്തു? വസ്ത്രങ്ങളാക്കി മാറ്റി. ഏതിലാണ്? മധ്യശിലായുഗത്തിലാണ്. മെസോലിത്തിക് ഏജിൽ അല്ലേ. അടുത്ത നിയോലിത്തിക് ഏജ് എന്താണ്? യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ അവർ ഉപയോഗിച്ചു തുടങ്ങി. സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ, കൃഷി ആരംഭിച്ചു. ഡിസ്കവേർഡ് ദ വീൽ ആൻഡ് ബിഗിനിങ് ഓഫ് പോട്ടറി, ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രം, അതായത് മധ്യപ്രദേശിലെ ഭിംബേത്ക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭിംബേത്ക ഈസ് മധ്യപ്രദേശ് ഈസ് ദ മേജർ സൈറ്റ് ഇൻ ഇന്ത്യ വെയർ സ്റ്റോൺ ഏജ് ഹ്യൂമൻസ് ലിവ്ഡ്. അടുത്ത നവീന ശിലായുഗത്തിൽ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരവാസം ആരംഭിച്ച മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം? നവീന ശിലായുഗത്തിലെ കൃഷിയിടങ്ങളിൽ, കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൃഷിയിടങ്ങളിൽ അവരതിൻ്റെ സമീപത്ത് തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാ? അവർ വാസസ്ഥലങ്ങളൊക്കെ അവർ നിർമ്മിച്ചു തുടങ്ങി ആദ്യമേനല്ലേ. ചോദ്യം മനസ്സിലാക്കണേ. നവീന ശിലായുഗത്തിൽ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരവാസം ആരംഭിച്ച മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം? വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി, ജനങ്ങൾ കൂടുതൽ ഇടപഴകാൻ തുടങ്ങി, ജനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. പിന്നെ സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു. അടുത്ത ബിഗിനിങ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. ഇപ്പം അതിൻ്റെ മലയാളമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ആദ്യമേ അങ്ങ് മലയാളം പറഞ്ഞു. അതായത് ബിഗിനിങ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ ആരംഭവും അവിടുത്തെ സ്ഥിരവാസവും. സ്റ്റാർട്ടർ ബിൽഡിംഗ് സെറ്റിൽമെന്റ് അല്ലെ, വാസസ്ഥലങ്ങളൊക്കെ അവർ നിർമ്മിച്ചു തുടങ്ങി. പീപ്പിൾ സ്റ്റാർട്ടഡ് ഇന്ററാക്ടിങ് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് ഇനിഷ്യേറ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്, ജനങ്ങൾ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സാമൂഹ്യ ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്തു. സെറ്റിൽഡ് സെന്റർ ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജേഴ്സ് ആൻഡ് ടൗൺസ്. പിന്നെയോ അവർ സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും ഒക്കെ വികാസം പ്രാപിച്ചു എന്നുള്ളതാണ്. മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പാണ് കേട്ടോ. കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. അതൊക്കെ ഒരു മാർക്കിന്റെ ചോദ്യമാണ്. ചെമ്പാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം. അടുത്ത എന്താണ് ലോഹയുഗം അല്ലെങ്കിൽ മെറ്റൽ ഏജ് എന്നാൽ എന്താണ്? Copper was the first metal used by humans. The period when weapons and tools were made and used from metal is called Metal Age. ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്നാണ് വിളിച്ചിരുന്നത്. ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം. ഈ ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം അല്ലെങ്കിൽ മെറ്റൽ ഏജ് എന്ന് പറയുന്നു. വെങ്കലയുഗം എന്നാൽ എന്ത്? ബ്രോൺസ് ഏജ്. The period when weapons and tools made of bronze were used is known as Bronze Age. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം വെങ്കലയുഗം എന്ന് അറിയപ്പെട്ടു. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം വെങ്കലയുഗം എന്ന് അറിയപ്പെട്ടു. വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം? യൂസ് ഓഫ് ബ്രോൺസ് ചേഞ്ച് ഇൻ ഹ്യൂമൻ ലൈഫ്. ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചറൽ ഫീൽഡ്. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങളിൽ വ്യാപിച്ചിരുന്നത് സഹായകമായി. അടുത്ത എക്സ്പാൻഷൻസ് ഓഫ് അഗ്രികൾച്ചർ ഫീൽഡ് ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷിക ഉൽപാദന വർധനവിന് കാരണമായി.
ഞാൻ സ്പീഡിൽ പറയുകയാണ് 4 ചാപ്റ്റർ ഉള്ളതുകൊണ്ട് കേട്ടോ. നിങ്ങൾ സാവധാനം എഴുതിയെടുക്കുക. ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻസ് പേവ്ഡ് ദ വേ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് എക്സ്ചേഞ്ച് സെന്റർ. കാർഷിക ഉൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. അടുത്ത എക്സ്ചേഞ്ച് സെന്റർ ലേറ്റ് ട്രാൻസ്ഫോംഡ് ഇൻറ്റു ടൗൺ ആൻഡ് സിറ്റീസ്. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപപ്പെട്ടു. വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? മെസോപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്. മെസോപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹാരപ്പൻ, ഇതെല്ലാം എന്താ വെങ്കലയുഗ സംസ്കാരങ്ങളാണ്. ഇനി അവിടുത്തെ കൾച്ചർ, അവിടുത്തെ റിവറുകളും ഒന്ന്. മെസോപ്പൊട്ടോമിയൻ, അവിടുത്തെ റിവർ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയാണ്. ഈജിപ്ഷ്യൻ ആണെങ്കിൽ നൈൽ നദിയാണ്. ഹാരപ്പനാത്തിൽ ഇൻഡസ് നദിയാണ്. ചൈനീസ് ആണെങ്കിൽ ഹുവാങ്ഹോ റിവറാണ്. ഹുവാങ്ഹോ റിവർ. ആ 3 റിവറും പഠിച്ചു വെച്ചേക്കണം. മെസോപ്പൊട്ടോമിയനും ഈജിപ്ഷ്യനും ഇതെല്ലാം സിവിലൈസേഷൻ. മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഇതിലെല്ലാം നദികൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടത്തിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടാണ്? വൈ ഡിഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഫോംഡ് ഇൻ റിവർ വാലി? ഫെർട്ടൈൽ സോയിൽ, നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ്. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലത്തിന് ലഭ്യതയുണ്ട്. അതുപോലെ തന്നെ ഫേവറബിൾ ക്ലൈമറ്റ്, നല്ല കാലാവസ്ഥയുമാണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, വെങ്കലയുഗ സംസ്കാരത്തിൽ നദീതടങ്ങളിൽ അത് രൂപപ്പെട്ടത് എന്തുകൊണ്ടാണെന്നാണ്. അവിടെയുള്ള നല്ലത് മണ്ണാണ്, നല്ലപോലെ വെള്ളം കിട്ടുന്നുണ്ട്, നല്ല കാലാവസ്ഥയാണ്. അടുത്ത മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്നാൽ എന്താണ്? മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ദ വേർഡ് മെസോപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. ഒരു മാർക്കിന്റെ ചോദ്യമാണ്. ദ റീജിയൻസ് ലൈസ് ബിറ്റ്വീൻ ദ യൂഫ്രട്ടീസും ടൈഗ്രീസും, 2 നദികളുണ്ട് കേട്ടോ, റിവേഴ്സ്. ദീസ് റീജിയൻ ഈസ് പ്രസന്റ്ലി എ പാർട്ട് ഓഫ് ഇറാഖ്. മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ കൺസിസ്റ്റഡ് ഇൻ 4 ഡിഫറെൻറ്റ് സിവിലൈസേഷൻ വിച്ച് വേർ സുമേറിയൻ, പേരൊക്കെയോ നോക്കിയേ, സുമേറിയൻ, പിന്നെ ബാബിലോണിയൻ, അസീറിയൻ, പിന്നെ ഒരെണ്ണോടുണ്ടല്ലോ അസീറിയൻ, അതുപോലെ കാൽഡിയൻ എന്നാണ് കേട്ടോ. കാൽഡിയൻ, CH എന്ന ചാന്നല്ല, അവിടെ കാൽഡിയൻ. ആ പേരൊക്കെ വെറൈറ്റി പേരുകളാണ്. മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ വേർഡ് മെസോപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്ന് വെച്ചാൽ മെസോപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. പിന്നെ അവിടുത്തെ 2 നദികളാണ് യൂഫ്രട്ടീസും ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇപ്പം നിലവിൽ ഇറാഖിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ സുമേറിയന്, ബാബിലോണിയന്, അസീറിയന്, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേരുന്നതാണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. എൻ്റെ മലയാളം. ഇനി നഗരജീവിതവും എഴുത്തുവിദ്യയും എവിടത്തെയാ? The Sumerians were the first people who contributed to the development of urban life in Mesopotamia. മെസോപ്പൊട്ടോമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. The major cities of Mesopotamian civilizations were യുറുഖ്, ലാഗാഷ് ആൻഡ് സോ ഓൺ. മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉറൂഖ്, ലഗാഷ് മുതലായവ. ആ 3 എണ്ണവും നല്ലപോലെ നോക്കണേ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? നഗരജീവിതവും എഴുത്തുവിദ്യയും എങ്ങനെയാണ്? അടുത്താണ് ക്യൂണിഫോം. എന്താണ് ഈ ക്യൂണിഫോം? ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ദ മെസോപ്പൊട്ടോമിയൻസ് വാസ് നോൺ ആസ് ക്യൂണിഫോം. മെസോപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം ക്യൂണിഫോം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ക്യൂണിഫോം സ്ക്രിപ്റ്റ്സ് എന്ന് വെച്ചാലോ? ക്യൂണിഫോം ലിപി. ദി സ്ക്രിപ്റ്റ്സ് വാസ് ഡെവലപ്ഡ് ബൈ ദ സുമേറിയൻസ്. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ഇറ്റ് വാസ് എ വെഡ്ജ് ഷേപ്ഡ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്സ്. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപി ആയിരുന്നു ഇത്. ഇറ്റ് വാസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്, അല്ലെ, കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. ദേ യൂസ്ഡ് എ പോയിന്റഡ് റീഡ് സ്റ്റൈലസ് ടു റൈറ്റ് ഓൺ ക്ലേ ടാബ്ലറ്റ്. അതായത് കൂർത്ത മുനയുള്ള ഒരുമാതിരി ഈറത്തണ്ടുകളാണ് ഈ കളിമൺ ഫലകങ്ങളിൽ എഴുതാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. മെസോപ്പൊട്ടോമിയക്കാരുടെ
കോൺട്രിബ്യൂഷൻ എന്തെല്ലാമാണ്, അവരെന്തെല്ലാം സംഭാവനകളാണ് ചെയ്തത്? സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, ശാസ്ത്രവും ഗണിതവും, അതായത് ലൂണാർ കലണ്ടർ, ചന്ദ്രപഞ്ചാംഗം, മെസോപ്പൊട്ടോമിയക്കാർ കൊണ്ടുവന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ലൂണാർ കലണ്ടർ. കാൽക്കുലേറ്റ് ദ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ്, ഡിവിഷൻസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻസ്. 3 എണ്ണം കണ്ടോ? ഇത് 3 നല്ലപോലെ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലോ എന്ന് വെച്ചാൽ ലോസ് വേറെ കോഡിഫൈഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഡ്യൂറിങ് ദ റീജിയൻസ് ഓഫ് സുമേറിയൻ റൂളർ. പേര് നോക്കിക്കേ, ഡുൻഗി എന്നാട്ടോ, ഡുങ്കി. അതായത് സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ദ കോഡ് ഓഫ് ഹാമുറാബി ഈസ് ദ റിവേഴ്സ്ഡ് ഫ്രം ഓഫ് ദീസ് ലോ. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചത് സാമുറാബിയുടെ നിയമസംഹിതയാണ്. കോഡ് ഓഫ് ഹാമുറായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടെസ്റ്റിലുണ്ട് കേട്ടോ. ഹാമുറാബി മെസോപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സിഗുറാത്തുകൾ എന്ന പേരിലാണ് കേട്ടോ. സിഗുറാത്ത് മെസോപ്പൊട്ടോമിയന്റെ വർഷിപ്പിന്റെ പേര് സിഗുറാത്ത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചാണ് അടുത്തത്. ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്ത് നൈൽ നദിയുടെ കരയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരം എന്ന് വെച്ചാൽ കെയ്റോ ആണ്. വാട്ട് വാസ് ദ നെയിം വെയർ ദ കിങ് ഓഫ് ഈജിപ്റ്റ് നോൺ ആസ് ഫറവോ? വിച്ച് കൺട്രി ഈസ് കാൾഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ? അല്ലെ, നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റാണ്. ഞാനിത് മലയാളം ഇംഗ്ലീഷ് ഓരോന്ന് വായിച്ചു, എല്ലാം കിടപ്പുണ്ട് കേട്ടോ. ഈജിപ്റ്റാണ്. ഈജിപ്തുകാരുടെ എഴുത്ത് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറോഗ്ലിഫിക്സുമാണ്. ഇനി മമ്മികൾ എന്നാൽ എന്താണ്? മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചു വെക്കുന്നതിനെ മമ്മി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിരമിഡുകൾ എന്നാൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകളാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളുടെ പിരമിഡുകള്. ഈജിപ്തിലെ എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഹൈറോഗ്ലിഫിക്സ് വാസ് ദ സ്ക്രിപ്റ്റ്സ് ഓഫ് ദ ആൻഷ്യന്റ് ഈജിപ്ഷ്യൻസ്. പുരാതന ഈജിപ്തുകാരുടെ എഴുത്തുലിപി ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സാക്രഡ് റൈറ്റിംഗ്, വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. ഇറ്റ് ഈസ് എ സ്ക്രിപ്റ്റ്സ് ദാറ്റ് കമ്പൈൻസ് ദ സിംബൽസ് ആൻഡ് ലെറ്റേഴ്സ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിച്ചേർന്ന ലിപിയാണിത്. ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇത് വലത്തു നിന്ന് ഇടത്തോട്ടായിരുന്നു വായിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ കലണ്ടർ നോക്കിയേ, ജനുവരി 31. പിന്നെ നമ്മൾ ഈ വിരളയിൽ നമ്മളിങ്ങനെ മടക്കി അതങ്ങ് ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ അറിയാമല്ലോ ഇങ്ങനെയുള്ള, അതായത് ജനുവരി 31, ജനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരി 28 ഉള്ളൂ. മാർച്ച് 31, പിന്നെ അത് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്. ഇത് കണ്ടോ നല്ലപോലെ നമ്മളെല്ലാം കൈ മടക്കി വെച്ച് പഠിച്ചവർക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. ചൈനീസ് സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടലെടുത്തത് ഏത് നദീകരയിലാണ്? ഹുയാങ്കോ. ചൈന എന്ന് കേൾക്കുമ്പോഴേ ഹുയാങ്കോ കേട്ടോ. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങൾ. ഏതാണ്ട് ഇത് സംസ്കാരങ്ങൾ. മെസോപ്പൊട്ടേമിയ സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യൂണിഫോം ലിപിയാണ്. ദേ റോട്ട് ഓൺ ക്ലേ ടാബ്ലറ്റ്, കളിമൺ ഫലകങ്ങളായിരുന്നു അവർ എഴുതിയിരുന്നത്. ഈജിപ്തിലാണെങ്കിൽ അത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സാക്രഡ് റൈറ്റിംഗ്, വിശുദ്ധമായ എഴുത്തെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം തന്നെ. ചൈനക്കാരുടെ എന്ന് വെച്ചാൽ പിക്ടോഗ്രാഫ് ആയിരുന്നു. ഇത് വെച്ചാൽ പിക്ചർ വെയർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റർ. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു ചൈനക്കാര് ആദ്യമേ അവരൊക്കെ എഴുതി പഠിച്ചത് കേട്ടോ. അതാണ് അവരുടെ ഇതിന്റെ പ്രത്യേകത. ഇതെന്തോ ഇത് തീരത്തില്ലേ അല്ലേ. ഹാരപ്പൻ സിവിലൈസേഷൻ. വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഏകദേശം BC 2600 മുതൽ BC 1900 വരെയുള്ള ഈ സംസ്കാരത്തിന്റെ കാലഘട്ടം. ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാൽ ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നു. ഇത് സിന്ധു നദീതട തീരത്തായതിനാൽ സിന്ധു നദീതട സംസ്കാരം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇപ്പോൾ വായിച്ചതിൻ്റെ ഇംഗ്ലീഷാണ് ഇത്. ഓൾറെഡി നമ്മൾ ഈ നോട്ടെല്ലാം അപ്ലോഡ് ചെയ്ത കുഞ്ഞുങ്ങളെ, എന്നാലും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടു പഠിച്ചോട്ടെ എന്ന് കരുതിയാണ് ഇട്ടത്. ഹാരപ്പൻ സംസ്കാരം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിക്കും. സർ ജോൺ മാർഷൽ ആണ് കേട്ടോ. സർ ജോൺ മാർഷൽ. അത് ഒരു മാർക്കിൽ ചോദിക്കും. അടുത്തത് ടൗൺ പ്ലാനിങ് എന്നാൽ എന്താണ്? ടൗൺ പ്ലാനിങ് എന്ന് വെച്ചാൽ നഗരാസൂത്രണം. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് ടൗൺ പ്ലാനിങ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. തെരുവുകളിലെ ഇരുവശത്തുമായിട്ടാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ചുറ്റെടുത്ത
ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം അല്ലേ, അഴുക്കുചാൽ അത് ചോദിക്കും കേട്ടോ. ഡ്രെയിനേജ് സിസ്റ്റം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. പിന്നെ വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം. ഇതൊക്കെ നഗരാസൂത്രണത്തിൽ വരുന്നതാണ് കേട്ടോ. അടുത്തത് മോഹൻജൊദാരോയിലെ വലിയ കുളവും ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജൊദാരോ. ധാന്യപ്പുരയെക്കുറിച്ച് ചോദിക്കും. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലിവ്ലിഹുഡ് ഓഫ് ദ ഹാരപ്പൻ പീപ്പിൾ. കൃഷിയായിരുന്നു ഹാരപ്പൻ ജനതയുടെ ഉപജീവന മാർഗം. എഴുത്തുവിദ്യ മുദ്രകളിലും ആയിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ലപോലെ ഒന്ന് പഠിച്ചേക്കണേ. അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ സാംസ്കാരിക വിനിമയ പരിപാടികൾ, കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. ഞാൻ വായിക്കണോ നിങ്ങൾ? ഇതാണ് ഒന്ന്. ഒളിമ്പിക്സ് തുടക്കം കുറിച്ചത് ഗ്രീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഗ്രീസ്, ഇത് ഇംഗ്ലീഷ്, ഇത് മലയാളം. പോളിസ്, ഇതൊക്കെ വൺ വേർഡിന് ഞാൻ പറഞ്ഞായിരുന്നു. പോളിസ് കണ്ടോ, ഇത് പോളിസ് അതിൻ്റെ ഇംഗ്ലീഷ്, ഇത് പോളിസ് മലയാളം. ഇനി പുരാതന ഗ്രീസിൽ നിന്നിരുന്ന പ്രധാന നഗരരാഷ്ട്രങ്ങൾ കണ്ടോ. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളാണ് ഏതൻസും സ്പാർട്ടയും. സ്പാർട്ടയാണ്. അതായത് ഇതെല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യന്. ഇതൊക്കെ നമ്മൾ ഒരുപാട് പഠിപ്പിച്ചത് കൊണ്ട് ഞാനിങ്ങനെ അതായത് ഏതൻസിൽ ജനാധിപത്യവും വിപുലമാക്കാൻ തുടങ്ങിയത് ആരുടെ കാലത്താണ്? പെരിക്ലിസിൻ്റെ കേട്ടോ. അസംബ്ലി എന്നാൽ എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് ഏതൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഓൾറെഡി ഇതൊക്കെ നമ്മൾ ഇട്ടത് കൊണ്ടാണ്. ഫീച്ചേഴ്സ് ഓഫ് ഏതൻസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ ചാപ്റ്ററിലെ. അപ്പോൾ സ്പാർട്ടയെക്കുറിച്ചും ചോദിക്കും. സ്പാർട്ട ഗ്രീക്കോ പേർഷ്യൻ വാർസിനെ കുറിച്ചൊരു 2 മാർക്കും ചോദിക്കാൻ. ഗ്രീക്കോ പേർഷ്യൻ വാർസ് ടെസ്റ്റിലുണ്ട് കേട്ടോ. ഈ സ്പാർട്ടയെക്കുറിച്ചൊക്കെ ടെസ്റ്റിലുണ്ട്. അടുത്ത പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ അറിയപ്പെടുന്നത് പോളിസ് എന്നാണ് കേട്ടോ. പോളിസ്. ഇതെല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചരിത്രത്തിൻ്റെ പിതാവ് ആരാ? ചരിത്രത്തിൻ്റെ ഹെറോഡോട്ടസ് ആട്ടോ. ദ ഹിസ്റ്റോറീസ് ലോകത്തിലെ ആദ്യത്തെ ചരിത്ര കൃതി. ദ ഹിസ്റ്റോറീസ് ആട്ടോ. ഹിസ്റ്റോറീസ്. അറിവാണ് നന്മ എന്ന് പറഞ്ഞത് സോക്രട്ടീസ്. സ്പെല്ലിങ് കറക്റ്റായിട്ട് പഠിക്കണേ. ഹു ഈസ് ദ ഗ്രീക്ക് ഫിലോസഫർ ഹു പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയ ത്രൂ ദ മെത്തേഡ് ഓഫ് ലോജിക്കൽ ഡിസ്കഷൻ? അക്കാദമി എന്ന് കേൾക്കുമ്പോൾ പ്ലേറ്റോ കേട്ടോ. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോയുടെ അക്കാദമി വിദ്യാർത്ഥിയാണ് അരിസ്റ്റോട്ടിൽ. പിന്നെ ലൈസിയം എന്ന് കേൾക്കുമ്പോൾ അരിസ്റ്റോട്ടിലാണ്. പൊളിറ്റിക്സും അരിസ്റ്റോട്ടിലാണ്. പേർഷ്യൻ എംപയറിനെ കുറിച്ച്, പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച്, പേർഷ്യൻ സാമ്രാജ്യം. ഇറാൻ, പേർഷ്യൻ സംസ്കാര പൈതൃകം ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇറാൻ. അതിൻ്റെ മലയാളം കേട്ടോ. ഇപ്പം നമ്മൾ ആ കാണിച്ചതിൻ്റെ മലയാളം. പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരി ആരൊക്കെയായിരുന്നു? പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെക്കുറിച്ച്. ഞാനിത് സ്പീഡിൽ, കാരണം ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അഥവാ കിട്ടാത്തവർ വല്ലതും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചാണ് ഇതെല്ലാം മലയാളവും ഇംഗ്ലീഷും കാണിക്കുന്നത്. കാരണം മലയാളം മീഡിയക്കാർ അത് എഴുതിയെടുക്കുക, ഇംഗ്ലീഷുകാർ അത് എഴുതിയെടുക്കുക. സരതുഷ്ട ദർശനം എന്താണ്? ജനപദങ്ങൾ. 16 ജനപദങ്ങളുണ്ട് കേട്ടോ മൊത്തം. ചിലപ്പോൾ അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാം. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായത് എന്തൊക്കെയാണ്? 4 പോയിന്റ് ഉണ്ട്. പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിക്കുക കേട്ടോ. എനിക്ക് 6ാം ക്ലാസ് ആയതുകൊണ്ട് ഇത്രയൊക്കെ പഠിക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കണം കേട്ടോ. കാരണം ഫുള്ള് മേടിക്കുന്ന പിള്ളേരുണ്ട് അല്ലേ, കുറച്ച് മേടിക്കുന്ന പലരും പല രീതിയാണ്. അവനവനെയും കൊണ്ട് എത്രയൊക്കെയോ അത്രയും. ഒരു മാർക്കറ്റൊക്കെയൊക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ, എളുപ്പം തന്നെ. ഇതെല്ലാം ഒന്ന് വായിച്ച് പഠിച്ചിട്ട് വീട്ടിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ മുത്തശ്ശിയുടെയോ മുത്തച്ഛൻ്റെയോ ഒക്കെ കൈ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കാൻ പറയണം.
ബുദ്ധമത സ്ഥാപകനാരാ? റോമിൻ്റെ സംസ്കാര സംഭാവനകൾ എന്തെല്ലാം? ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയർ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലേ. റോമിൽ നിലനിന്നിരുന്ന വ്യത്യസ്ത ഭരണ സംവിധാനങ്ങൾ. റോമൻ എംപയറിനെ കുറിച്ചൊന്ന് നോക്കണേ നിങ്ങൾ. റോമൻ എംപയർ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതിൻ്റെ കണ്ട ഇംഗ്ലീഷും ഉണ്ട് മലയാളം ഉണ്ട്. 5 പോയിൻ്റ് ഉണ്ട്. ഒരു 4 പോയിൻ്റ് എന്തായാലും പഠിച്ചു വെച്ചേക്കണം റോമൻ എംപയറിൻ്റെ. ജൈനമത ആശയങ്ങൾ, പ്രാചീന ഇന്ത്യയിലെ ദർശനങ്ങൾ, ജൈനമത ആശയങ്ങൾ, ജൈനിസം, ബുദ്ധിസം എല്ലാം മലയാളം ഉണ്ട് കേട്ടോ. വേറെ ചാർവാക ദർശനം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ചാർവാക ദർശനം, ലോകായത എന്നും ഇതിനെ അറിയപ്പെട്ടു. അപ്പോൾ ഇത് നല്ലപോലെ നോക്കണേ, കാണുന്നുണ്ടല്ലോ. ബുദ്ധമത ആശയങ്ങൾ: ആരെയും ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക അല്ലേ. പിന്നെ ജൈനിസത്തിലാണെങ്കിൽ ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി കേട്ടോ. അപ്പോൾ ഇതാണ് 2ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇനി 3ാമത്തത് രാഷ്ട്രവും ഗവൺമെൻറ്റും. ആൻ ഫ്രാങ്ക് എന്തെല്ലാമാണ് ആഗ്രഹിച്ചത്? രാഷ്ട്രം എന്നാൽ എന്ത്? രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടത് എങ്ങനെ? റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ്. രാഷ്ട്രതന്ത്രശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ്. പോളിസ് എന്ന പദം നിക്കോളോ മച്ചി, ആ പേര് നിക്കോളാ മാക്യവല്ലി. ആ സ്പെല്ലിംഗ് ഒക്കെ നോക്കണേ. എന്താണ് ടെറിട്ടറി? ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. ഒരു മാർക്കിനൊക്കെ ചോദിക്കാവുന്ന കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. ഏറ്റവും ചെറിയത് വത്തിക്കാൻ സിറ്റി കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് കുഞ്ഞുങ്ങളെ, രാജ്യം കേട്ടോ. കൺട്രി, ഏറ്റവും വലിയ കൺട്രി ഏതാണെന്ന് വെച്ചാൽ റഷ്യയാണ്. ഏറ്റവും ചെറുത് വത്തിക്കാൻ സിറ്റിയുമാണ് കേട്ടോ. അതൊക്കെ അറിഞ്ഞു വെച്ചേക്കണേ. ഇനി ഗവൺമെൻറ് എന്നാൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ എന്തെല്ലാം? സോവറിനിറ്റി അല്ലെങ്കിൽ പരമാധികാരം എന്നാൽ എന്താണ്? സോവറിനിറ്റി, പരമാധികാരം. തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ, സാമൂഹ്യ പരിണാമ സിദ്ധാന്തം. ഗോത്ര രാഷ്ട്രങ്ങളെക്കുറിച്ച്, ട്രൈബൽ സ്റ്റേറ്റ്, ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്. ഓറിയന്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. റോമാ സാമ്രാജ്യത്തെക്കുറിച്ച്. ഫ്യൂഡൽ സ്റ്റേറ്റ്. ഫ്യൂഡൽ സ്റ്റേറ്റിൻ്റെ മലയാളം ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. നേഷൻ സ്റ്റേറ്റ്. ഫ്യൂഡലിസം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ ഫ്യൂഡലിസം.
ഫ്യൂഡലിസത്തിൻ്റെ മലയാളം ഉണ്ട്. റിനൈസൻസ്, നവോത്ഥാനം. സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. കണ്ടോ, ഇതിത്രയാണ് ഏതാ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ. ഓരോന്നും പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ, കറക്റ്റായിട്ട് തന്നെ എഴുതിയെടുക്കണം കേട്ടോ. അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ ഗ്ലോബ്. എർത്ത് എന്താണ്? ജിയോയിഡ്, ഗ്ലോബ്. ഗ്ലോബ് എന്നാൽ എന്ത്? ഇക്വേറ്റർ എന്നാൽ എന്ത്? ഹെമിസ്ഫിയർ എന്നാൽ എന്ത്? നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ പാഠം ഞാൻ ഈ ഓരോ ചാപ്റ്റർ വെച്ചല്ലേ നിങ്ങൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ പാഠവും എടുത്ത് നിങ്ങൾ നോക്കാമെങ്കിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ആക്സിസ് എന്താണ്, പിന്നെ കേട്ടോ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് ഞാൻ വെറുതെ നോട്ട് നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ തന്നേക്കുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ ആ ഡിഗ്രി അളവൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇപ്പോൾ ആർട്ടിക് സർക്കിള്, അന്റാർട്ടിക് സർക്കിള്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഒക്കെ എത്രയാണ്? പ്രൈം മെറീഡിയത്തിനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളമെന്നും പടിഞ്ഞാറേ അർദ്ധഗോളമെന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ടെന്നും കേട്ടോ. ഗ്രീനിച്ച് രേഖയും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയി. ഇത് ജിയോഗ്രഫിയാണ് കറക്റ്റ് കേട്ടോ. ജിയോഗ്രഫി. ഗ്രാറ്റിക്യൂള്. ഏതെങ്കിലും ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ എടുക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാ ചാപ്റ്ററുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് എടുത്തിട്ട് എന്താണ് എവിടെയെങ്കിലും ഇനി ഞാൻ പറഞ്ഞതിലോ എഴുതിയിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാം കേട്ടോ. കോണിക്കൽ പ്രൊജക്ഷനും ജിസ്, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഭൂവിവര വ്യവസ്ഥ എന്താണ്? ജിസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 4 ചാപ്റ്ററിൻ്റെ നോട്ട്. ഇത് നല്ലപോലെ ഇതൊക്കെ എഴുതിയെടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ. ഇത് 4ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് ഓണപ്പരീക്ഷ എഴുതുക, എന്നിട്ട് മാർക്ക് എന്നെ കമൻറ്റ് ബോക്സ് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു. നല്ലതുപോലെ പഠിച്ച് മാർക്ക് കിട്ടട്ടെ കേട്ടോ. ഓക്കെ നിങ്ങൾ, താങ്ക് യു.